കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ്. കെ സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ പകരം 3 പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. അമൃത രാമകൃഷ്ണൻ, റിജിൽ മാക്കുറ്റി, ടി.ഒ. മോഹനൻ എന്നിവരെയാണ് പകരം സ്ഥാനാർത്ഥികളാക്കാൻ ആലോചിക്കുന്നത്. കണ്ണൂരിൽ ഇക്കുറി മത്സരിക്കണമെന്ന ആഗ്രഹം കെ സുധാകരൻ ഇതിനോടകം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ എംപിമാർ മാറി നിൽക്കട്ടെയെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ സുധാകരന് മാറി നിൽക്കേണ്ടി വരും. സുധാകരനില്ലെങ്കിൽ പകരം പരിഗണിക്കാൻ 3 പേരുകളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പക്കലുള്ളത്. മുൻമന്ത്രി എൻ രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണൻ, നിലവിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ റിജിൽ മാക്കുറ്റി, മുൻ മേയർ ടി.ഒ. മോഹനൻ എന്നിവർക്കാണ് മുൻഗണന. ഇതിൽ കെ സുധാകരനുമായുള്ള അടുപ്പവും യുവത്വവും അമൃതയ്ക്കും റിജിലിനും മുൻതൂക്കം നൽകുന്നു. ജില്ലാ നേതൃത്വത്തിനും ഇവരിലൊരാളെ സ്ഥാനാർത്ഥിയാക്കാനാണ് താൽപര്യം. അതേസമയം ഭരണപരിചയം മുൻനിർത്തി ടി.ഒ. മോഹനനും രംഗത്തുണ്ട്. എന്നാൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ചില ഇടപാടുകളിൽ അഴിമതി ആരോപണമുണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. LDF-ലാകട്ടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ വീണ്ടും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഈ കണക്കുകൾ അനുകൂലമാണെങ്കിലും വ്യക്തിപ്രഭാവമുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനെ നേരിടാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് അണികൾ. കടന്നപ്പള്ളിയുടെ ജനകീയതയെ മറികടക്കാൻ സുധാകരൻ നേരിട്ടിറങ്ങുമോ അതോ പുതുരക്തത്തെ പരീക്ഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.